അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 3 തിങ്കളാഴ്ച. സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന അതിക്രമങ്ങളും ലഹരി ഉപയോഗവും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നു. പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് സഭയിൽ അവതരണാനുമതി ലഭിച്ചു. അതീവ ഗൌരവമുള്ള സാമൂഹ്യ വിഷയമാണെന്നും സഭ മാത്രമല്ല പൊതുസമൂഹവും ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറായ സർക്കാരിനെ സ്പീക്കർ അഭിനന്ദിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിലെ ഭൂരിഭാഗം അക്രമങ്ങൾക്കും പിന്നിൽ ലഹരിയാണെന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളാകുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളം കൊളംബിയയായി മാറുന്നുവെന്നും വിപത്തിനെ നേരിടാൻ ഒരുമിക്കണമെന്നും പറഞ്ഞ ചെന്നിത്തല സർക്കാരിനെയും കുറ്റപ്പെടുത്തി. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രചാരണം പരാജയപ്പെട്ടുവെന്നും വിമുക്തി പദ്ധതി പൊളിഞ്ഞുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര്. രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി. ഇടയ്ക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ പോരാ, നാടിന്റെ പ്രശ്നം അറിയണമെന്നും പഠിപ്പിക്കാൻ നോക്കേണ്ടെന്നും അനാവശ്യ കാര്യങ്ങൾ പറയരുതെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. എന്നാൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളി മോശമല്ലെന്ന് ചെന്നിത്തല മറുപടി പറഞ്ഞു. നിങ്ങളാണ് മുഖ്യമന്ത്രിയെന്നും നിങ്ങളാണ് ആഭ്യന്തരമന്ത്രിയെന്നും നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്നും നിങ്ങൾ കേൾക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. താൻ എന്തു പറയണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷ MLA റോജി M. ജോൺ സഭയിൽ പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന 50 കൊലപാതകങ്ങളിൽ 30 എണ്ണവും ലഹരി കൊണ്ടാണെന്ന് പോലീസ് പറയുന്നു. കൊലപാതകം യഥേഷ്ടം നടക്കുമ്പോഴും പക്ഷേ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും ലഹരി മാഫിയകളിലെ വലിയ തിമിംഗലങ്ങളെ പോലീസ് പിടികൂടുന്നില്ലെന്നും പലപ്പോഴും പിടിയിലാകുന്നത് ലഹരി മാഫിയകളിലെ അവസാന കണ്ണിയാണെന്നും റോജി M. ജോൺ തുറന്നടിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ 22ാം ദിവസം ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ച്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62 വയസ്സിൽ ആശാവർക്കർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചുനിന്നാണ് ആശാവർക്കർമാരുടെ പ്രക്ഷോഭം. ആശാവർക്കർമാർക്ക് രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്നത് കേരളമാണെന്ന് നിയമസഭയിലും ആവർത്തിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. NHM പദ്ധതിയിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട 600 കോടി കിട്ടാൻ പ്രതിപക്ഷം കൂടി ഇടപെടണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. രാപ്പകൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ച് നടക്കാനിരിക്കെ ഭരണപക്ഷമാണ് ഇന്ന് വിഷയം ശ്രദ്ധ ക്ഷണിക്കലിനായി സഭയിൽ കൊണ്ടുവന്നത്. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ SUCIയും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. സുരേഷ് ഗോപി സമരത്തിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. ന്യായമായ ഒരു സമരത്തിനും CPM എതിരല്ലെന്നും കുടയല്ല, കേന്ദ്രത്തിൽ നിന്ന് കാശാണ് വാങ്ങിക്കൊടുക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമരത്തെ അവഹേളിക്കുന്ന ഭരണകൂടം ചവറ്റുകൊട്ടയിലാകുമെന്ന് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KK രമ MLA. ഇവിടെ ഒരു സമരത്തിനും CPMന്റെ തിട്ടൂരം വേണ്ടെന്നും അവരുടെ മുദ്രാവാക്യം ഏറ്റെടുക്കാനല്ല സമരമെന്നും രമ പറഞ്ഞു. ഏത് ആശാവർക്കർമാർക്കാണ് ഇവിടെ 13,000 രൂപ കിട്ടുന്നതെന്നും മന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്നും മുഖ്യമന്ത്രി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും രമ പറഞ്ഞു. സംസ്ഥാനത്ത് SSLC 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി. 4,27,021 കുട്ടികളാണ് ഇത്തവണ SSLC എഴുതുന്നത്. ആകെ 2,980 കേന്ദ്രങ്ങളിലായാണ് കുട്ടികൾ SSLC പരീക്ഷ എഴുതിയത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലും ഏറ്റവും കുറവ് കുട്ടികൾ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലുമാണ്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ കേസുകളിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമ്മൂട് പോലീസ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്.
ഡോക്ടർമാർ അനുമതി നൽകിയാൽ പ്രതിയെ ഇന്ന് ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റും. ജയിലിലേക്ക് മാറ്റിയാൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി അഫാനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം. CPM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നായിരുന്നു മഞ്ജുഷയുടെ ഹർജിയിലെ ആക്ഷേപം. കുടുംബത്തിനെതിരെ യൂട്യൂബ് ചാനലുകൾ വഴി നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ADM നവീൻ ബാബുവിന്റെ മകൾ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി അച്ഛന്റെ സഹോദരനെതിരെ അപവാദ പ്രചരണം നടത്തുന്നുവെന്നും കേസടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അച്ഛന്റെ സഹോദരനാണെന്നും അദ്ദേഹത്തെ ചില ആളുകൾ യൂട്യൂബ് ചാനലുകളിലൂടെ മനഃപൂർവ്വം മോശപ്പെടുത്തുകയും അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണെന്നും അവർ പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി PP ദിവ്യ. എല്ലാ പ്രതിസന്ധിയെയും ഏതവസരത്തിലും മറികടക്കാനാവണം. അനീതി കൺകുളിർക്കെ കാണാനുള്ള കരുത്തും അഭിപ്രായം പറയാനുള്ള ആർജവവും അടിയറവ് വെക്കരുത്. പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന ചിത്രകാരൻ പൊന്നിൻ ചന്ദ്രന്റെ വരികളും ചിത്രവുമാണ് ദിവ്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. പ്രതിഭ MLAയുടെ മകൻ കനിവ് പ്രതിയായ കഞ്ചാവ് കേസിലെ 2 സാക്ഷികൾ കൂറുമാറി. തകഴി സ്വദേശികളായ 2 പേരായിരുന്നു കേസിലെ സാക്ഷികൾ. കഞ്ചാവ് ഉപയോഗം കണ്ടില്ലെന്നാണ് ഇവർ മൊഴിമാറ്റിയത്. പ്രതിഭയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപിൽ സാക്ഷികൾ മൊഴിമാറ്റിയത്. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രധാന പ്രതിയുടെ പിതാവിനെയും പ്രതി ചേർത്തേക്കും. ഷഹബാസിനെ ആക്രമിക്കാനുള്ള നഞ്ചയ്ക്ക് നൽകിയത് ഇയാളെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം. പ്രതികളിൽ ഒരാളുടെ പിതാവ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറാണ്. 3 പ്രതികളും താമരശ്ശേരി സ്കൂളിൽ നേരത്തെയുണ്ടായ സംഘർഷങ്ങളിലെ പ്രധാനികളാണെന്നും പുറത്തുവന്നിട്ടുണ്ട്. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി KE ബൈജു. കുട്ടികൾ എന്ന വിലയിരുത്തലായിരുന്നില്ല മർദ്ദിച്ചവരുടെ ആലോചനയെന്നും കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോയെന്ന് പരിശോധിക്കുകയാണെന്നും പോലീസ് മേധാവി പറഞ്ഞു. മകന്റെ മരണത്തിൽ കുറ്റാരോപിതരായ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുതായിരുന്നുവെന്ന് താമരശ്ശേരിയിൽ മർദ്ദനമേറ്റ് മരിച്ച മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് കുടുംബത്തിന് വലിയ വേദനയും മുറിവുമാണെന്നും പരീക്ഷ എഴുതിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇക്ബാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രശസ്ത വൃക്കരോഗ വിദഗ്ധനായ ഡോക്ടർ ജോർജ് P. എബ്രഹാമിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പാശ്ശേരിക്കടുത്ത് തിരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിലാണ് സംഭവം. എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനാണ്. ഫാം ഹൌസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. പ്രായാധിക്യവും അതിന്റെ ഭാഗമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നുണ്ടെന്നാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. പഴയതുപോലെ ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയുന്നില്ലെന്നും അതിൽ നിരാശയുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വിവരിക്കുന്നതായി പോലീസ് അറിയിച്ചു. പത്തനംതിട്ടയിൽ ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്ന പ്രതി ബൈജുവിന്റെ മൊഴിവിവരങ്ങൾ പുറത്ത്. ഭാര്യ വൈഷ്ണവിക്ക് രഹസ്യ ഫോൺ ഉണ്ടായിരുന്നുവെന്നും അത് ബൈജു കണ്ടെത്തുകയും വാട്സാപ്പ് ചാറ്റിൽ വിഷ്ണുവുമായുള്ള അടുപ്പം വ്യക്തമായെന്നും പ്രതി മൊഴി നൽകി. തുടർന്ന് ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടാവുകയും അക്രമം ഭയന്ന് വൈഷ്ണവി സുഹൃത്ത് വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ഓടിക്കയറുകയും അവിടെ വെച്ച് ഇരുവരെയും ബൈജു വെട്ടിക്കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. പാലക്കാട് വണ്ടാഴിയിൽ മധ്യവയസ്കനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ടാഴി ഏറാട്ടുകുളമ്പ് സുന്ദരൻ മകൻ കൃഷ്ണകുമാറാണ് വെടിയേറ്റ് മരിച്ചത്. എയർഗണിൽ നിന്ന് സ്വയം വെടിവെച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇയാൾ കോയമ്പത്തൂരിലുള്ള ഭാര്യ സംഗീതയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് വീട്ടിലെത്തിയതെന്നാണ് വിവരം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ?
ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 97ാമത് ഓസ്കർ അവാർഡുകളിൽ തിളങ്ങുന്ന വിജയം നേടി ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറ. ന്യൂയോർക്കിലെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ കഥ പറയുന്ന ചിത്രം 5 പുരസ്കാരങ്ങളാണ് നേടിയത്. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റർ, മികച്ച നടി എന്നീ അവാർഡുകളാണ് അനോറ വാങ്ങിയത്. ഇതിൽ തിരക്കഥ, സംവിധാനം, എഡിറ്റർ പുരസ്കാരങ്ങൾ നേടിയത് ഷോൺ ബേക്കർ തന്നെയാണ്. ഓസ്കർ അവാർഡുകളിൽ അനോറയിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച മൈക്കി മാഡിസൺ മികച്ച നടിയും എഡ്രിയൻ ബ്രോഡി ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുമായി. ഡാനിയൽ ബ്ലൂംബെർഗിലൂടെ മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരവും ചിത്രം നേടിയിട്ടുണ്ട്. മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഈ ചിത്രത്തിനാണ്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയ എമിലിയ പെരെസിനെ സോയി സാൽഡാന വഴി സഹനടി പുരസ്കാരവും മികച്ച ഗാനത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു. അതേസമയം മികച്ച വിദേശ ഭാഷാ ചിത്രമായി ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ബ്രസീലിയൻ ചിത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 97ാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപനത്തിൽ ഇന്ത്യയ്ക്ക് നിരാശ. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ മാത്രമായിരുന്നു ഇന്ത്യയ്ക്ക് നാമനിർദ്ദേശം ഉണ്ടായിരുന്നത്. ഇന്ത്യൻ അമേരിക്കൻ ഹിന്ദി ഷോർട്ട് ഫിലിം അനുജയ്ക്കായിരുന്നു ഓസ്കാർ നാമനിർദ്ദേശം. എന്നാൽ അനുജയ്ക്ക് ഓസ്കാറിൽ തിളങ്ങാനായില്ല. ഐ ആം നോട്ട് റോബോട്ടിനാണ് ഈ വിഭാഗത്തിൽ പുരസ്കാരം. ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാളിന്റെ മൃതദേഹം സൂട്ട്കേസിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബഹാദൂർഗഡ് സ്വദേശിയും ഹിമാനി നർവാളിന്റെ സുഹൃത്തുമായിരുന്ന യുവാവാണ് അറസ്റ്റിലായതെന്നാണ് പ്രാഥമിക വിവരം. ഹിമാനിയുടെ മൊബൈൽ ഫോണും ആഭരണങ്ങളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ബോഡി ഷെയ്മിംഗ് നടത്തിക്കൊണ്ടുള്ള വിവാദ എക്സ് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും രോഹിത്തിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ്. കളിക്കാരുടെ ഫിറ്റ്നസിനെ പറ്റിയാണ് തന്റെ പോസ്റ്റെന്നും ബോഡി ഷെയ്മിംഗ് അല്ലെന്നും ഷമ വിശദീകരിച്ചു. കളിക്കാർ ഫിറ്റ് ആവണമെന്നാണ് തന്റെ നിലപാട്. ഇന്നലത്തെ മത്സരം കണ്ടപ്പോൾ രോഹിത് ശർമ്മ തടി അല്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അത് തുറന്നു പറഞ്ഞതിന് ഒരു കാരണവുമില്ലാതെയാണ് എന്നെ ആക്രമിക്കുന്നതെന്നും ഷമ പറഞ്ഞു. ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള ഇ-കൊമേഴ്സ് കമ്പനികളുടെ ഡെലിവറി ജീവനക്കാരുടെ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴയടയ്ക്കാൻ ഉദ്യോഗസ്ഥർ ഇറങ്ങിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പിഴ ലഭിച്ചത് 1859 പേർക്കെന്ന് റിപ്പോർട്ട്. ആകെ 9.6 ലക്ഷം രൂപ ഇങ്ങനെ പിഴ ഈടാക്കിയെന്ന് ബാംഗ്ലൂരു ട്രാഫിക് പോലീസ് അറിയിച്ചു. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനകാര്യത്തിൽ ഇന്നത്തെ കോടതി സിറ്റിംഗിലും തീരുമാനമായില്ല. കോടതി റിയാദ് ഗവർണറേറ്റിനോട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ലഭ്യമാക്കിയ ശേഷമായിരിക്കും അടുത്ത സിറ്റിംഗ്. റമദാൻ മാസത്തിൽ കുവൈറ്റിന്റെ ഹൈവേകളിൽ ട്രക്കുകൾ ഓടിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഗതാഗത വകുപ്പ്. പുതിയ പദ്ധതി പ്രകാരം റമദാൻ മാസത്തിൽ രാവിലെ 8:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയും ട്രക്കുകൾ പ്രധാന റോഡുകളിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കി. തിരക്കേറിയ സമയങ്ങളിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനാണ് ഇത്തരമൊരു നടപടിയെന്ന് അധികൃതർ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.